നമ്മൾ വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട കുറെ മാറ്റങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, പൊതുവെ ഇന്നത്തെ കേരളത്തിൽ അത് കൂടുതലായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പക്ഷെ എല്ലാവരും ചേഞ്ചസ് വരണം എന്നാ പറയുന്നുള്ളൂ. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്ത് ചേഞ്ചസ് വരുത്തണം, എങ്ങനെയാണ് ഇത് കറക്റ്റ് പ്ലാനിങ്ങിൽ വരുത്തേണ്ടത്? ഇപ്പൊ അൽബിഡ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ഇത് എങ്ങനെ കറക്റ്റ് എന്ത് പ്ലാൻ കൊടുക്കണം, അങ്ങനെ ഒരു പ്ലാൻ എന്താണ് അതിനൊരു പ്രശ്നം ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു ഇംപ്ലിമെന്റൽ രീതിയിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസം സിസ്റ്റം കൊണ്ടുവരണം എന്ന് പറയാനുള്ള ഒരു പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കാണുന്നത്? ആക്ച്വലി ഇപ്പൊ ഇന്ന് നമുക്ക് വേണ്ട ഒരു കുട്ടി നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കാന്നൊക്കെ പറയും. കമ്പ്യൂട്ടർ പഠിക്കുന്ന സമയത്ത് പണ്ടത്തെ കാലത്ത് നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചത് എന്തായിരുന്നു? ഡോസ് ഒക്കെ വെച്ചിട്ടായിരുന്നു. ഡോസ്, വിൻഡോസ്, അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ അന്നത്തെ ലാംഗ്വേജസ് ആയിട്ടുള്ള കോബോർഡ്, ഫോർട്രാൻ, ബേസിക് എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെയാണ് പഠിച്ചിരുന്നത്. ഇന്ന് വീണ്ടും നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഒരു ജനിച്ചു വീഴുന്ന കുട്ടി ഒരു 2 വയസ്സാകുമ്പോഴേക്കും തന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ പഠിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട, കാരണം അത് അവരുടെ ലൈഫിന്റെ പാർട്ടായി വന്നു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് പഠിക്കേണ്ടത്. ആ കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ ആ കുട്ടി വാട്സപ്പിലുള്ള കാര്യങ്ങൾ കാണുന്നു, വാട്സപ്പിലുള്ള സംഭവങ്ങൾ എൻജോയ് ചെയ്യുന്നു. ഒരു വയസ്സിന്റെ അപ്പുറം കഴിയുമ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയും. ഈ വാട്സപ്പ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. അത് ഡെവലപ്പ് ചെയ്തതിന്റെ മോഡിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തതാണ്. ബേസിക് അതിന്റെ എന്താ പറയാ, പിന്നെ 0-1 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത്, ബൈനറി സിസ്റ്റം. ആ ബൈനറി സിസ്റ്റത്തിൽ മെഷീൻ ലാംഗ്വേജ് മെഷീനെ മനസ്സിലാവുന്ന രൂപത്തിൽ മനുഷ്യന്മാർ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ആ ഇൻസ്ട്രക്ഷൻ കൊടുത്തതിനനുസരിച്ച് ആ മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മെഷീനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി. അതിന് ആപ്പുകളെന്നും പിന്നെ സോഫ്റ്റ്വെയറുകളെന്നും ഒക്കെ നമ്മൾ പറയുന്നു. വെബ്സൈറ്റുകളെന്നൊക്കെ വിവിധ പേരുകളും, വെബ് ആപ്പ് എന്നൊക്കെ പേരുകൾ നമ്മൾ പറയുന്നു. ഈ സാധനമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരാൾ അത് ഉണ്ടാക്കാൻ പഠിക്കേണ്ട, അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനിയിപ്പോൾ ഒരു ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ കോഡിങ് പോലും പഠിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോയിരുന്നത്. കാരണം കോഡിംഗ് ഒക്കെ ഓൾറെഡി ഇതെല്ലാം സ്പ്രെഡാണ്, എല്ലാ സ്ഥലത്തേക്കും എത്തിക്കഴിഞ്ഞത്. അപ്പൊ ഈ കോഡുകൾ ഏറ്റവും എളുപ്പത്തിൽ സൃഷ്ടിച്ചെടുക്കാനുള്ള മാർഗം എന്താണ്? ആ കോഡുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാനുള്ള എളുപ്പമാർഗം എന്താണ്? ഇതൊക്കെയാണ് പുതിയ കാലത്ത് വിദ്യാഭ്യാസത്തിൽ പഠിക്കേണ്ടത്. അതല്ലെങ്കിൽ ഇത്തരം ടൂളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഒരാള് ഇതേപോലെ തന്നെ ഒരു പിന്നെ റേഡിയോ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ TV ഉണ്ടാക്കാൻ ഒക്കെ പഠിക്കേണ്ടതുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് തിരിച്ചറിയും, അത് ഒഴിവാക്കുകയും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇപ്പൊ ഇവിടെ വരുന്നൊരു പ്രശ്നം, ഷാമിൽ ചോദിച്ച ചോദ്യം വെച്ചാൽ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആക്ച്വലി ഇപ്പൊ നമുക്കറിയാം ഒരുപാട് സ്കൂളുകളിലൂടെയാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതിൽ തന്നെ നല്ലൊരു ശതമാനം ഗവൺമെന്റ് സ്കൂളുകളാണ്, പ്രൈവറ്റ് സ്കൂളുകളാണ്. ഈ സ്കൂളുകളിലൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ നമ്മൾ ഒരു കാലത്ത്, അതായത് ഈ പറയുന്ന എമിഗ്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അതായത് ഈ ടെക്നോളജികളിലേക്ക് പിന്നെ കടന്നു കയറി വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ടെക്നോളജിയിൽ ജനിച്ച ആൾക്കാരല്ല, അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട മൈഗ്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം, മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് ഇത് അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് കഴിയില്ല. ഒരു 40 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്കൊന്നും ഇപ്പോഴത്തെ കാലത്തെ ടെക്നോളജി പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഈ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയും അവർക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അപ്പൊ ഇത് ആര് പഠിപ്പിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ സിസ്റ്റം മൊത്തം ഇന്ത്യയിലെ മുഴുവൻ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നു വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഇവരെ മൊത്തം നമുക്ക് മാറ്റാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നിങ്ങൾ പറയും. പ്രൈവറ്റ് സ്കൂൾ പറ്റുമായിരിക്കും. അൽബിഡോ പോലെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഏബിൾ ആയിട്ടുള്ള കഴിവുള്ള ആളുകൾ എവിടുന്ന് വേണമെങ്കിലും കൊണ്ടുവരാം, എത്ര യങ്സ്റ്റേഴ്സിനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. ഈ ടെക്നോളജി കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഗവൺമെന്റ് സ്കൂളുകൾക്ക് സാധിക്കും, ഒരു പ്രൈവറ്റ് സ്കൂളിന് സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എന്താണ്? അവർക്ക് ഈ പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ അവരുടെ ടീച്ചേഴ്സിനെ കൂടി അവർക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്, അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അവരിലൂടെ മാത്രമേ ഈ കുട്ടികളിലേക്ക് വിദ്യാഭ്യാസം, ഒരു കുട്ടിയുടെ കേസല്ലല്ലോ, ലക്ഷക്കണക്കിന് കുട്ടികളിലേക്ക് ഈ വിദ്യാഭ്യാസം എത്തണം, ഈ കോൺസെപ്റ്റ് എത്തണം, ഇത് പഠിക്കണം, ഇത് പഠിപ്പിക്കാനുള്ള ആളുകൾ വേണം, സംവിധാനം വേണം. അവിടെയാണ് നേരത്തെ റമീസ് പറഞ്ഞ ഇക്കോസിസ്റ്റത്തിന്റെ പ്രാധാന്യം. നമ്മളിപ്പോ അൽബിഡോ പോലെയുള്ള പുതിയ തരത്തിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള റമീസിനെ പോലെയുള്ള ന്യൂജനായിട്ടുള്ള ആളുകളെ
ഇത്തരം കാര്യങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത്തരം സ്റ്റാർട്ടപ്പുകൾ വിവിധ രീതിയിൽ അൽബിഡോ തുടങ്ങിയ പോലെ ഒരു കുട്ടിക്ക് ടീച്ചർ എന്നുള്ള രൂപത്തിലല്ല, അത് അൽബിഡോ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു വേർഷൻ, മറ്റൊരു രീതി, മറ്റൊരു പേഴ്സ്പെക്റ്റീവില്, മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റാർട്ടപ്പുകൾ വരണം. ആ സ്റ്റാർട്ടപ്പുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുട്ടികളിലേക്ക് ഈ മാറ്റം കൊണ്ടുവരാൻ. അത് മാത്രമാണ് ഇതിനൊരു പോംവഴിയുള്ളൂ. അല്ലെങ്കിൽ പാരലൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. ഇപ്പൊ അൽബിഡോയ്ക്കൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. കാരണം ഇപ്പൊ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാം. കുറച്ചുകൂടി സമയം കൂടുതൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാരന്റ്സിന് അവയർനെസ് കൊടുക്കുക. കാരണം ഇപ്പൊ പാരന്റ്സ് ഒക്കെ എല്ലാം ഈ പറയുന്ന രീതിയിൽ ക്ലർക്കിനെ മേക്ക് ചെയ്യാനുള്ള പരീക്ഷകൾക്ക് വേണ്ടി ഇവർ തയ്യാറാക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ചധികം സമയം നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ, എന്നിട്ട് അവർക്ക് ലൈഫിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, ലൈഫ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് മാറ്റാനും പാരന്റ്സിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അവയർനെസ് കൊടുക്കാനും പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അൽബിഡോയിനെ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഒരു അവബോധം ഉണ്ടാവുകയും നിങ്ങളുടെ മിഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ക്വാളിറ്റി അപ്ഡേറ്റഡ് എഡ്യൂക്കേഷൻ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള മിഷൻ നിങ്ങൾ ഏറ്റെടുക്കണം. അവിടെ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള നിലവിലുള്ള സിസ്റ്റം സംവിധാനങ്ങൾ ഇതൊരു പക്ഷേ ഗവൺമെന്റ് ഇത് ഉൾക്കൊണ്ടാൽ പോലും, വിദ്യാഭ്യാസ മന്ത്രിമാരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള വിചക്ഷണന്മാരോ ഉൾക്കൊണ്ടാൽ പോലും ഇത് ഒരു സിസ്റ്റമായിട്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനുള്ളിലേക്ക് ഇത് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് കഴിയില്ല. കാലക്രമേണ ഈ ടീച്ചേഴ്സ് ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ പുതിയ ടീച്ചേഴ്സ് വരും, പുതിയ കഴിവുള്ള ആൾക്കാർ കയറി വരുന്ന സമയത്ത് ഈ അപ്ഡേറ്റഡ് നോളജിന്റെ പ്രസക്തി, കാരണം ഞൊടിയിടയിൽ വിദ്യാഭ്യാസം സമ്പ്രദായങ്ങളും വിദ്യാഭ്യാസത്തിലുള്ള കാര്യങ്ങളും മാറുന്നൊരു അവസ്ഥ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായതാണ്. പണ്ടൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല, സിലബസ് ഒന്നും പെട്ടെന്ന് മാറ്റും. ഇതിപ്പം എല്ലാ വർഷവും സിലബസ് മാറ്റേണ്ട അവസ്ഥയാണ്. ഇപ്പൊ എല്ലാ വർഷവും എല്ലാ മാസവും മാറ്റേണ്ട സ്ഥിതിവിശേഷം. ഇതില് നമ്മള് ഇന്നത്തെ എഡ്യൂക്കേഷനിൽ കുട്ടികളെ മെഷർ ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കാണ്. ആ ഒരു സിസ്റ്റം ഫസ്റ്റ് എടുത്ത് കളയണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ സ്കൂളിൽ ഓട്ടത്തിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടീനെ മെഷർ ചെയ്യാൻ ഒരു KPI ഇല്ല. അവരുടെ പെർഫോമൻസ് അളക്കാനുള്ള സിസ്റ്റം നമ്മുടെ സ്കൂളിലില്ല. ആ കുട്ടി മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ സ്പോർട്സിൽ ആക്റ്റീവായിട്ടുള്ള കുട്ടി മോശമാണെന്ന് പറയാൻ പറ്റില്ല. പാട്ട് പാടുന്ന കുട്ടി മോശം ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെ ഒരു KPI സൃഷ്ടിച്ചതിൽ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്കാദമിക് നോളജ് മാർക്കാണ്. ആ ഒരു സിസ്റ്റമാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ മാർക്കറ്റിംഗ് സൈഡിൽ നോക്കുമ്പോൾ 360 എന്ന് പറയുന്ന പോലെ 360 ഡിഗ്രിയിൽ ഒരു കുട്ടീനെ മെഷർ ചെയ്യാനുള്ള ഒരു ടൂൾ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്ത് തരണമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനെ അപ്പം ഞങ്ങളിപ്പോ ചെയ്യുന്ന സ്കൂളുകൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്കൂളുകൾ നിങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ട, പെട്ടെന്ന് കഴിയില്ല. ഇവിടെ നിങ്ങളുടെ ഇടപെടലാണ് ഞാൻ അതിൽ ഞങ്ങൾ ചെയ്തു വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും നമുക്ക് ഒരു പാരന്റിനോട് ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ സൊസൈറ്റിയിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഒരു കുട്ടിക്ക് ഇപ്പൊ ഒരു കുട്ടിക്ക് ഫണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ക്യാഷ് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര രൂപ ലക്ഷങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഈ കോടികൾ ഉണ്ടായിക്കോട്ടെ, ഇത് മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെലവായി പോകും. എത്ര രൂപ സേവ് ചെയ്യണം, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിനൊരു ഇമ്പോർട്ടൻസ് ചെയ്യുന്നില്ല. അതൊരു എന്താ പറയാ, ഇപ്പൊ നമ്മൾ പറയും എക്സസൈസ് ആരോഗ്യത്തിന് നല്ലതാണ്, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന മെഡിസിൻ ആണെന്ന് പറഞ്ഞ പോലെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ആളുകൾ പേ ചെയ്യുന്നില്ല. കാരണം ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എത്രയോ രൂപ അവിടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേപോലത്തെ ഒരു സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരും. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽബിഡോയിൽ ഇതേപോലത്തെ വാല്യൂ ആയിട്ടുള്ള കോഴ്സുകൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. മീൻസ് ഒരു മറ്റുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ കോഴ്സിൽ പോലുള്ള കുട്ടികളുടെ മാനേഴ്സ് പഠിപ്പിക്കുന്നത്, പേഴ്സണൽ ഡെവലപ്മെന്റ് പഠിപ്പിക്കുന്നത്, ഫൈനാൻഷ്യൽ മാനേജ്, ഇത് കുട്ടികളൊക്കെ നമ്മൾ അറിയാണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സ്വഭാവം ഒരു നല്ലൊരു വ്യക്തിത്വമായിട്ട് നല്ലൊരു അത്യാവശ്യം അവയർനെസ് ഉള്ള കുട്ടിയെ ഈ കുട്ടി പുറത്തോട്ട് വരുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ റിസർച്ച് ചെയ്തത്. അതിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഒരു വാല്യൂ അഡീഷൻ നിങ്ങളെ സംഭവത്തിൽ കൊടുത്ത് പാരന്റ്സിനെ എൻകറേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് പാരന്റ്സിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് നല്ലൊരു സിസ്റ്റം തന്നെയാണ്. പക്ഷെ ഇത് അറിയണം, അവരൊക്കെ അറിയണം നിങ്ങൾ കൊടുക്കുന്ന സിസ്റ്റം എത്രത്തോളം ഇത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആണെന്നും അത് എങ്ങനെയാണ് പാരന്റ്സിന് എന്നുള്ള വ്യക്തമാകുന്ന രൂപത്തിലുള്ള ഒരു വേർഷൻ നിങ്ങൾ അതിന് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഒരു ഫൈനാൻസ് മാനേജ്മെന്റ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അത് ഇങ്ങനെയാണ് എന്റെ സിസ്റ്റം. അത് ഇൻബിൽഡ് ആയിട്ട് ഇൻക്ലൂസീവ് ആയിട്ട് സിലബസിന്റെ പാർട്ടായിട്ട് ഞങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ചില എക്സാമ്പിൾസ് എന്ത് ചെയ്യണം, ഇതേപോലുള്ള ടോക്ക് ഷോയിലൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടാവുമ്പോൾ നേട്ടം ഇതാണ് എന്നുള്ള അവർക്ക് ബോധ്യം വരണം. അപ്പൊ പലപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ആളുകൾക്ക് കൊടുക്കുമ്പോൾ പ്രൊഡക്ട്സ് മീൻസ് സൊല്യൂഷൻ, ഇറ്റ്സ് എ സൊല്യൂഷൻ. അപ്പൊ ആ സൊല്യൂഷൻ ആണ് ആക്ച്വലി നമ്മൾ ഇതിനൊക്കെ ബിസിനസ് എന്നുള്ള ടേംസ് പറയുന്നത്. ബിസിനസ് ഇറ്റ്സ് ജസ്റ്റ് സൊല്യൂഷൻസ്, വി ആർ ഗിവിംഗ് ദ സൊല്യൂഷൻസ്. അപ്പൊ ഇത് പാരന്റ്സിന്റെ ഉള്ളിലുള്ള ഇത്തരം കുട്ടികളെ സംബന്ധിച്ചുള്ള ആശങ്കകളാണ്.
ഈ പറയുന്ന ഫിനാൻസ് മാനേജ്മെന്റ് ഉൾപ്പെടെ കുട്ടികൾ ഇതിലൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളത് പാരന്റ്സിനെ സംബന്ധിച്ച് എന്താണ് ഒരു അവരുടെ ആശങ്കയാണ്, അവരുടെ പെയിനാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അൽബിഡോ ഒരു വേർഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് പാരന്റ്സിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള തീർച്ചയായിട്ടും ആ രീതിയിലാണ് നമ്മൾ അടുത്ത ഈ ഒരു അക്കാദമിക് ഇയറിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും വർക്ക്ഔട്ട് ചെയ്യുന്നതും. പാരന്റ്സിന്റെ ഈ ഒരു അവയർനെസ് കൊടുത്തിട്ട് ഈ രീതിയിലേക്കാണ് നമ്മൾ അടുത്ത് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ എത്രത്തോളം ഇൻവോൾവ് ചെയ്യും, എല്ലാവർക്കും വേണ്ടത് മാർക്സ് ആണ്, അക്കാദമിക്സ് ആണ്. അതിൽ കൂടെ തന്നെ കുട്ടിയുടെ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അതും കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ക്ലബ് ചെയ്തിട്ടുള്ള വ്യക്തമായിട്ട് നമ്മൾ അവരെ അറിയിച്ചുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് പോകാം എന്നുള്ളതാണ് നമ്മളിപ്പം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനത്തോളം എഫക്റ്റീവ് ആയിട്ട് നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് നമ്മുടെ മഞ്ചേരിയിൽ നിന്നുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഏതൊരു രംഗത്തും ട്രെയിനിങ് ആണെങ്കിലും കോച്ചിങ് ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും ഇനിയുള്ള കാലത്തുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസിന് ഒരു കാലം വരെ നോളജിന് ഭയങ്കര പവറായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് യഥാർത്ഥത്തിൽ നോളജിന് അല്ല പവർ, മറിച്ച് ശരിയായ രൂപത്തിൽ ഇംപ്ലിമെന്റൽ സ്ട്രാറ്റജികൾക്കാണ് ഇന്നത്തെ കാലത്ത് പ്രാധാന്യമുള്ളത്. കാരണം ഒരു വർഷം മുമ്പ് വരെ അങ്ങനെ അല്ലായിരുന്നു. നോളജ് ഈസ് പവർ, നോളജ് ഈസ് മണി എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, നോളജ് അല്ല മറിച്ച് ഇതിനെ എങ്ങനെ. ഇപ്പൊ ഞാൻ പ്രൊഫിക്സ് എന്നുള്ളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തത് ബിസിനസ്സുകാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത സമയത്ത് ബിസിനസ്സുകാർ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നോളജ് അവർ നേടുന്നുണ്ട് പല രൂപത്തിലായിട്ട്. കാരണം അവർ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് നോളജ് നേടും. ഇപ്പോൾ റമീസൊക്കെ MBA കഴിഞ്ഞിട്ടാണ് വരുന്നത്, വളരെ അപൂർവമായിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരുള്ളൂ. എന്നാൽ ബിസിനസ് പ്രത്യേകിച്ച് നോളജ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യണം എന്നറിയാതെയാണ് ബിസിനസ്സുകാർ വരുന്നത്. അപ്പൊ പിന്നെ അവർ എന്ത് ചെയ്യാൻ നോളജ് നേടുകയാണ്. അവരുടെ ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ എന്ത് ചെയ്യണം ഇതിന്റെ തിയറട്ടിക്കൽ നോളജുകൾ നേടുന്നത്. അപ്പം അത്തരം നോളജുകൾ കുറെ നേടിയിട്ടും അവരുടെ ബിസിനസ്സിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രൊഫിക്സ് എന്നുള്ള പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് കേരളത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഫിക്സ് ഇൻട്രൊഡ്യൂസ് ഞാനൊരു മോഡലായിട്ട് പറയട്ടെ, ഞാൻ എഡ്യൂക്കേഷനിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന്റെ. കാരണം ഞാൻ ഈ ഒരു ബിസിനസ് മേഖലയിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങൾ പരീക്ഷണങ്ങൾ ബിസിനസ് മേഖലയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൊഫിക്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം നോളജുകളെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവർക്ക് കൊടുക്കുന്നത്. കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സിസ്റ്റം അത് അവരുടെ ബിസിനസ്സിൽ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ബിസിനസ്സിന്റെ എല്ലാ തലങ്ങളെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു 20% നമ്മൾ അവിടെ തിയറട്ടിക്കൽ നോളജ് കൊടുക്കുന്നത്, 80% പ്രാക്ടിക്കൽ ഓർ ഇംപ്ലിമെന്റൽ പ്രോസസ്സാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ ഈ ഇംപ്ലിമെന്റൽ പ്രോസസ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ബിസിനസ് റിഫ്ലക്ട് ചെയ്യും. അതല്ലെങ്കിൽ നേരത്തെ റമീസ് പറഞ്ഞ പോലെ ബിസിനസ് റിഫ്ലക്ട് ചെയ്യാതെ പോകും. റമീസിനെ പോലെയുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇതേപോലുള്ള കാര്യങ്ങൾ പഠിച്ചു പോയി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ പോയിട്ട് ആ 10% നോളജ് അവർക്ക് ഒരു എക്സസ് ആയിട്ട് വരികയാണ്. പ്രൊഫിക്സിനെ പറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അന്നത്തെ പ്രൊഫിക്സിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞു. അന്ന് നമ്മൾ ചെയ്തിട്ടുള്ള സംഭവം പ്രാക്ടിക്കൽ ആയിട്ടുള്ള അന്ന് നമ്മൾ കുറെ പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ ആ ഒരു പ്രൊഫിക്സിൽ നിന്നിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പം നമ്മൾ ഓരോ സംഭവം നമ്മൾ അതിൽ വരുമ്പോൾ അതിൽ നമ്മളിപ്പോൾ ഞാൻ നോർമലി നമ്മൾ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മീൻസ് അവരുടെ ഒരു ഇൻസൈറ്റും കൊണ്ടാണ് ഞാനിവിടെ പോരല്ലേ. മീൻസ് അതിന് എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് എടുത്തിട്ടാണ് ഞാനിവിടെ പോരാറുള്ളത്. പക്ഷെ അന്ന് നമ്മൾ ബുക്കിൽ ഇരുന്നിട്ട് ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടാണ് നമ്മൾ അന്ന് പോന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് പ്രൊഫിക്സ് വളരെ ഉപകാരപ്പെടുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കൊരു ചിത്രം കിട്ടും, ഒരു ബിസിനസിന്റെ ഔട്ട്ലൈൻ കിട്ടും, ഇതെന്താണ് എങ്ങനെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ പ്രൊഫിക്സിൽ വരുന്ന ആൾക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞപ്പോൾ സാഹചര്യത്തിൽ പറഞ്ഞു. അതായത് നമ്മളവിടെ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ റമീസ് അവിടെ ചിന്തിച്ചത് അൽബിഡോനെ പറ്റിയിട്ടാണ്. പലപ്പോഴും നമ്മൾ പല ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമിലും ആ പറയുന്ന കാര്യങ്ങളെ നേരിട്ടാണ് ഉൾക്കൊള്ളുക. നമ്മൾ പ്രൊഫിക്സിൽ ശരിക്കും അങ്ങനെയല്ല. അവിടെ നമുക്ക് നമ്മളുടെ ആ ബിസിനസ്സിൽ ക്രിയേറ്റീവായിട്ട് ഒരു ആശയം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് നമ്മളെ വേർഷൻ, ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ എന്റെ വേർഷനിൽ നിങ്ങൾ ആലോചിക്കല്ലേ, മറിച്ച് നിങ്ങളുടെ വേർഷനിലും നിങ്ങളുടെ ബിസിനസിന്റെ വേർഷനിലും ആലോചിക്കുന്നവർ. ഇപ്പൊ റമീസിനോട് എനിക്ക് പറയാനുള്ളത് റമീസിന്റെ വേർഷനിലും അൽബിഡോന്റെ വേർഷനിലും ആലോചിക്കും. അപ്പൊ റമീസിന് പുതിയ പിക്ചർ കിട്ടും. അത് അവരെ കൊണ്ട് അവിടുന്ന് ചെയ്യിപ്പിച്ചിട്ടാണ് വിടുന്നത്. അപ്പൊ ചില ആ ഇംപ്ലിമെന്റൽ സ്റ്റേജ് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരേണ്ട ഒരു ചിത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അത് സ്കൂൾ വിദ്യാഭ്യാസങ്ങളിലും നമ്മുടെ അൽബിഡോ പോലുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും കുട്ടികൾക്ക് അവരുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യുക, ഒരു ആംബിയൻസ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്.